നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ ഒരു 3-4 റൗണ്ട്സിന് ശേഷം ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ HR നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച എമൗണ്ട് ലെറ്റ്സ് സേ ഒരു 40,000 ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറയേണ്ടാവുക, ഓക്കെ 40,000 എമൗണ്ട് നമുക്ക് ഓക്കെയാണ്, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കമ്പനി പോളിസീസ് അനുസരിച്ച് നമുക്കൊരു 30,000 ആണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരു 6 മന്ത്സിന് ശേഷം നമുക്കിത് റീവർക്ക് ചെയ്യാം. നിങ്ങളുടെ KPI ഇവാലുവേഷൻ, നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് HR തന്നെ മുൻകൈ എടുത്തിട്ട് ഇത് 40,000ലേക്ക് ഇൻക്രിമെൻറ്റ് സ്വിച്ച് ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ആ ഒരു 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആ 6 മാസത്തിന് ശേഷം ഡയറക്റ്റ്ലി HR ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ഇൻക്രിമെന്റ് കിട്ടൂലേ എന്നുള്ള രീതിയിൽ. പക്ഷേ കോമഡി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ 6 മന്ത്സിന് ശേഷം ഈ ഒരു എമൗണ്ട് ചോദിക്കാൻ വേണ്ടി പോകാൻ നേരത്തായിരിക്കാം നിങ്ങളുടെ ഒരു സെറ്റ് ഓഫ് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു KPI കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്ന കുറേ കൈൻഡ് ഓഫ് മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ HR ഒരു ലിസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ടോൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ തരുന്ന സാലറി കൂടുതലാണെന്നുള്ള രീതിയിലായിരിക്കാം ഇവർ സംസാരിക്കുന്നത്. അതെല്ലാവരും കാര്യമല്ല പറയുന്നത്, പക്ഷേ മാനിപ്പുലേഷൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ തുടങ്ങുകയാണ്. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് പോകാൻ നേരത്ത് ആ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ പലരും മാനിപ്പുലേറ്റഡ് ആയതിനു ശേഷമാണ് ജോയിൻ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാൻ ഡാർക്ക് സൈക്കോളജി ആൻഡ് മാനിപ്പുലേഷനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോർപ്പറേറ്റ് കമ്പനീസിലെ മാനിപ്പുലേഷൻ ടാക്ടിക്സിനെ പറ്റിയും അതെങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കോർപ്പറേറ്റ് കമ്പനീസിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സിന്റെയും അതിന്റെ സൊല്യൂഷൻ അടക്കമാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ബിൽഡ് എ സ്മാർട്ട് കമ്മ്യൂണിറ്റി ടുഗദർ. അപ്പോൾ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് മാനിപ്പുലേഷൻ ടാക്ടിക്കിലേക്ക് കിടക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂസിങ് യു ആസ് ദി ബെയ്റ്റ്. ബെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ചൂണ്ടിടാൻ നേരത്തുള്ള ഒരു ഏരിയയില്ലേ, അതിനൊക്കെയാണ് ബെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ HR മാനേജർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള കൊളീഗ് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്നു, നിങ്ങളോട് ഒരുപാട് ഇഷ്ടം കാണിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. കുറേയൊക്കെ ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ഈ കാര്യം എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ദേ ആർ ആക്ച്വലി യൂസിങ് യു ആസ് എ ബെയ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള കുറച്ച് ചെറിയൊരു റിവാർഡ്സും കാര്യങ്ങളെല്ലാം തന്നിട്ട് നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് പൊക്കിക്കൊണ്ടുവരാമെന്നായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുന്നത്. അങ്ങനെ നടക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങളിൽ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിയുള്ള കൊളീഗ്സിനെയും ടീം മെമ്പേഴ്സിനെയൊക്കെ ഇവർ നിങ്ങളെ യൂസ് ചെയ്തിട്ട് പ്രൊവോക്ക് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഇതിലൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് ടൈം തുടങ്ങുന്നത് ഒരു 8 മണിക്കാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കയറിയ ഉടനെ കുറച്ചും കൂടെ ഒരു പങ്ക്ച്വലൊക്കെ ആയിരിക്കാൻ നേരത്ത് നിങ്ങളൊരു കറക്റ്റ് 8 മണിക്കോ അല്ലെങ്കിൽ ഒരു 7:45 നിങ്ങൾ അവിടെ എത്തായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ കൊളീഗ്സിന്റെ മുമ്പിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ മുമ്പിലൊക്കെ, ഓക്കെ രാജു കറക്റ്റ് ടൈമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ദിവസവും പങ്ക്ച്വലാണ്, കുറെ നേരം സ്റ്റേ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നേരത്ത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ കൊളീഗ്സിനെ അവർ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഇൻഡയറക്ട്ലി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സംഭവിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു 1 ഇയറിൽ മുകളിൽ ആ കമ്പനിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. മനസ്സിലായോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുടെ ബാക്കിയുള്ള എംപ്ലോയീസും ബാക്കിയുള്ള ആ കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് നിങ്ങൾക്കൊരു എതിരായിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഫോം ആവുകയും ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയത്ത് ഈ മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരായിക്കോട്ടെ, ആരാണോ ചെയ്യുന്നത്, നിങ്ങളുടെ മേ ബി HR മാനേജറോ റിപ്പോർട്ടിംഗ് മാനേജറോ ഹൂവർ ഇറ്റ് മേ ബി. അപ്പോൾ ഇവരേതായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു റിയൽ വേൾഡ് പ്രോബ്ലം അതിൻ്റെ അകത്ത് വരാൻ നേരത്ത് നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ഒരു ഒറ്റപ്പെടല സിറ്റുവേഷനിലേക്ക് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. ഇതാണ് യൂസിങ് യു ആസ് എ ബെയ്റ്റ് എന്ന് പറയുന്നതിന്റെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനി ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഹെഡേക്കും കാര്യങ്ങളൊന്നും വേണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അവർ നിങ്ങൾ ഒരുപാട് പുകഴ്ത്താൻ നേരത്തോ അല്ലെങ്കിൽ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ നേരത്തോ നിങ്ങൾ അധികം ഓവർവെൽഡ് ആവാതിരിക്കുക. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷിക്കുക, എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ നേരത്ത് നിങ്ങൾ ഒരുപാട് അതിൽ സന്തോഷിച്ച് മതിമറന്ന് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പാരലായിട്ട് നിങ്ങളുടെ കൊളീഗ്സിൻ്റെ ഇടയിലും ബാക്കി അവിടെ നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരു നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, പാരലായിട്ട് ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ കൊളീഗ്സിൻ്റെയും നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെയും കാര്യങ്ങളിലേക്ക് പെർസെപ്ഷൻ എങ്ങനെയാണെന്ന് അത് നിങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. ഈ ഒരു 2 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വളരെ വലിയൊരു കണ്ണിങ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടാക്ടിക്കിൽ നിന്ന് ഒരുപാടൊക്കെ മാറി നിൽക്കാൻ പറ്റും. ഇത് കൂടുതൽ സംഭവിക്കുന്നത് ന്യൂലി ജോയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. പക്ഷേ
ബാക്കിയുള്ളവർക്കും ഇത് സംഭവിച്ചു കൂടായികില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ 2 ടാക്ടിക്കുകളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ജോയിനിങ് പ്രോസസ്സിലും പിന്നീട് ആ ഒരു ഫസ്റ്റ് ഒരു 1 or 2 മന്ത്സിനുള്ളിൽ നടക്കുന്ന കാര്യമായിരിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. നിങ്ങളൊരു മിഡ് ലെവൽ മിഡ് ലെവൽ ഇൻ ദ സെൻസ് നിങ്ങൾ ആ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു 6 മാസമോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന മാനിപ്പുലേഷൻ ടാക്ടിക് എന്താണെന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് ഡാർക്ക് സൈക്കോളജി ആൻഡ് മാനിപ്പുലേഷൻ്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്നാണെങ്കിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിൽ വെച്ച് തരാം. നടക്കാത്തൊരു സംഭവം അത് നടന്നു എന്ന് മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ചൊരു അതോറിറ്റി ഉള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. അതങ്ങനെ നടന്നിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ കൺഫ്യൂഷനെ നിങ്ങൾ വിശ്വസിച്ച് അവർ പറയുന്നതാണ് കറക്റ്റ് എന്ന് വിശ്വസിച്ച് അതിലേക്ക് മുന്നോട്ട് പോകുന്നതിനൊക്കെയാണ് ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ഈ ഒരു ടാക്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ക്യൂക്കിലാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ പെട്ടെന്ന് കയറി വരുന്നു. ലാസ്റ്റ് നമ്മൾ ചെയ്തൊരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വേണം, അതെനിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് കിട്ടണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് മുമ്പ് അത് പോസിബിൾ അല്ല. എനിക്കൊരു 2 to 3 days അതിൽ കുറച്ച് വർക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും എൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം അത്രയും ടൈം എടുക്കും എന്നുള്ള രീതിയിൽ പറയാൻ നേരത്ത് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് മാനേജർ ഒരു പക്ഷേ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് നിങ്ങളോട് പറഞ്ഞതായിരുന്നല്ലോ, നിങ്ങൾ ഇതുവരെ ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു ഓപ്പോസിഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്നോട് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പക്ഷെ അവിടെയാണ് ആ ഒരു റിപ്ലൈക്ക് ശേഷമാണ് ഈ ഒരു മാനിപ്പുലേറ്റേഴ്സ് ഈ ഒരു കോർപ്പറേറ്റ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് യൂസ് ചെയ്യുന്നത്. അവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അവരത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിപ്പിക്കും. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ്, ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ നിന്നോട് പറഞ്ഞതാണ്, നീ അതപ്പോൾ കേട്ടില്ല, നീ ലാസ്റ്റ് ഫ്രൈഡേ ലഞ്ച് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ അതിൽ ഗിൽറ്റി ആക്കും അവർ. എന്നുവെച്ചാൽ ഓക്കെ, ഒരു ആഴ്ച മുമ്പ് പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഗിൽറ്റ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർ നിങ്ങളെ ഒരു 24 hours ചിലപ്പോൾ ആ ഒരൊറ്റ റിപ്പോർട്ടിന് വേണ്ടി ഇരുത്തി പണിയെടുപ്പിച്ച് ആ റിപ്പോർട്ട് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചെടുക്കും. അത് ചിലപ്പോൾ അല്ലെങ്കിൽ ഭൂരിഭാഗം കേസിൽ ഇത് ഈ വന്ന് ചോദിക്കുന്ന ഈ റിപ്പോർട്ടിംഗ് മാനേജറിൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മുകളിലത്തെ ആൾക്കാർക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടായിരിക്കാം അത്, അദ്ദേഹം നിങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടാവും. പക്ഷേ അതിന് ആക്ച്വലി കൂടുതൽ പണിയെടുത്തത് ആരാണ്? അത് നിങ്ങളായിരിക്കാം കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ റിപ്പോർട്ട് എത്ര മണിക്കൂറാണോ ഇരുന്നിട്ട് ആ ഒരു റിപ്പോർട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ട് എല്ലാ കാര്യവും മോണിറ്റർ ചെയ്യുക, റെക്കോർഡിക്കലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ മെയിൽ എന്ന് പറയുന്നതിൽ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. കാരണം ദാറ്റ് മേക്സ് തിങ്സ് മോർ പ്രൊഫഷണൽ. ഒരു മെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഒരു ഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് നിങ്ങളെ ഇതേപോലത്തെ കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ഗ്യാസ് ലൈറ്റിംഗ് പോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വലിച്ചയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് നോട്ട് സെൻഡ് മീ എ മെയിൽ, അതിന് റിപ്ലൈ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടാക്ടിക്കിലേക്ക് പോവാം. ഇത് വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടാക്ടിക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ടാക്ടിക്കാണ്. എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയാം, ക്രെഡിറ്റ് തെഫ്റ്റ്. നിങ്ങളൊരു പ്രോജക്റ്റിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ടീമുണ്ട്, നിങ്ങൾക്കൊരു എന്താ പറയുക, ആ ടീമിനൊരു ടീം ലീഡർ ഉണ്ട്, അതേപോലത്തെ ബാക്കിയുള്ള എല്ലാ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങളെ ആ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പോ കാര്യങ്ങളോ ഗൈഡൻസോ എല്ലാം തരാൻ ആളുണ്ടാവും. വൺസ് ഈ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത ഒരാളുടെയോ അല്ലെങ്കിൽ ഇത് എൻറ്റയർലി സ്ട്രാറ്റജൈസ് ചെയ്ത ആളുടെയോ അല്ലെങ്കിൽ ഈ ഒരു സജഷൻ കൊണ്ടുവന്ന ഒരാളുടെയോ ഒന്നും പേരായിരിക്കില്ല റിഫ്ലക്റ്റഡ് ആയിട്ട് വരുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് പോകുന്നതും ഇത് എന്താ പറയുക ഇതിൻ്റെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, അതിപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണെങ്കിലും എല്ലാം കിട്ടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബൈ മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് പർപ്പസ്ഫുള്ളി എഞ്ചിനീയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചില മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഓപ്പറേഷണൽ വിങ്ങിൻ്റെയൊക്കെ ഹെഡിനെയൊക്കെ കാണാൻ നേരത്തെ നിങ്ങൾ ചിന്തിക്കില്ലേ, ഇയാൾ എങ്ങനെ ഈ ബുദ്ധിയും കൊണ്ട് ഇവിടം വരെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കുമല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ പോലും ഇദ്ദേഹത്തിന് വലിയൊരു അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല.
എന്നാലും നിങ്ങളേലും ഒരു 5x മോർ ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കൽ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര പ്രാവീണ്യം അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റും, ഈ ക്രെഡിറ്റ് തെഫ്റ്റ് എന്ന് പറയുന്ന കാര്യം ക്ലീൻ ആയിട്ട് ചെയ്യാൻ ഇവർക്ക് എക്സ്പെർട്ടീസ് ഉണ്ടാവും. ആ ഒരു എക്സ്പെർട്ടീസാണ് അവരെ നിങ്ങളേലൊക്കെ ഒരുപാട് മുന്നിൽ കൊണ്ടുവന്നിരുത്തുന്നത്. അല്ലാതെ അവർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ടായതോ അല്ലെങ്കിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പുഷ് ചെയ്ത് വർക്ക് ചെയ്യുന്നതോ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ടാക്ടിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സിമ്പിളാണ്. ബിൽഡ് ക്രോസ് ഫങ്ഷണൽ വിസിബിലിറ്റി. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യലാണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്ക് എന്താണോ അതിന്റെ മാസ്റ്റർ നിങ്ങളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനാണ് നിങ്ങൾ ഈ ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇതൊരു PR ഒക്കെ പോലെ തന്നെ ഉള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തൊരു പ്രൊജക്ട്, ആ ഒരു പ്രൊജക്ട് നിങ്ങളുടെ കേപ്പബിലിറ്റിയിലുള്ളതാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊരു എക്സിക്യൂട്ടഡ് ആയി എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒരു വലിയൊരു റെസിസ്റ്റൻസ് വന്നു. അപ്പോൾ എന്നിട്ടും അവർ ഈ ഒരു ക്രെഡിറ്റ് തെഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചെയ്തൊരു പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ വേറൊരു ക്രെഡിറ്റ് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആൻസറബിൾ ആവും പലരുടെയും മുമ്പിൽ. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ മുൻനിർത്തി അവരിത് ചെയ്യാതെ വരും. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാനിപ്പുലേഷൻ ടാക്ടിക്സ് പലതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ എങ്ങനെയൊക്കെ ഓരോരോ സ്ഥലത്ത് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ ആ ഒരു സ്ഥലവും അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് ഒരേ ഒരു ടാക്ടിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വർക്ക്സ് എവ്രിവെയർ ആൻഡ് ഇൻ എവറി കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇത് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നോ യുവർ ഓൺ സെൽഫ് വർത്ത് ആൻഡ് മേക്ക് ഇറ്റ് പബ്ലിക്. നിങ്ങളുടെ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ആ ഒരു സ്കില്ലിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് എന്തൊക്കെ അതർ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടാമെന്നറിയണം. നിങ്ങളിപ്പോൾ കറൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ അറിയണം. അതിനുശേഷം ലിങ്ക്ഡിൻ പോലെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു സോ ആൻഡ് സോ കാര്യത്തിന്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളിതിലൊരു മാസ്റ്റർ ആണെന്ന് എൻറ്റയർ മാർക്കറ്റ് അറിഞ്ഞിരിക്കണം. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വാൾ പണിയാണ് എഗെയിൻസ്റ്റ് മാനിപ്പുലേറ്റേഴ്സ് ആൻഡ് എഗെയിൻസ്റ്റ് ചീറ്റേഴ്സ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് പേരുടെ ലൈഫിൽ ഓഫീസ് പൊളിറ്റിക്സ് കൂടുതലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും മെന്റൽ ഹെൽത്ത് വളരെ മോശമാക്കുകയും അതിനുശേഷം മര്യാദക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള മെലറ്റോണിൻ ടാബ്ലറ്റ്സ് കഴിച്ച് ഓരോരുത്തർ ഉറങ്ങുന്നതും സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.